അങ്ങനെ ഞങ്ങളും ഒരു വളകാപ്പ് ഉണ്ടാക്കിയിട്ടാ. നമ്മുടെ മാമൻ്റെ മോനും മോളുമാണത്. നമ്മൾ റീൽസ് കൂടി യൂട്യൂബ് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ കാലത്തിനൊപ്പം നമ്മളും പോണ്ടേ, അപ്പം നമ്മളും ചെറുതായിട്ടൊരു പരിപാടിയാക്കി. നമ്മളായിട്ട് ഡെക്കറേറ്റ് ചെയ്തതും നമ്മളുടെ എല്ലാവരുടെയും ഭയങ്കര കഴിവുകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഇലകൾ ഒക്കെ നോക്കി ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഫുൾ പരീക്ഷണം അതാണിത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ സെറ്റാക്കിയിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട് ആയാലോ. അങ്ങനെ നമ്മളെ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അപ്പത്തിന് പിന്നെ അവളെ കൊണ്ടുപോകാനുള്ള അവളെ വീട്ടുകാരൊക്കെ എത്തി. അങ്ങനെ നമ്മൾ അവർക്കുള്ള ഹോർലിക്സാണ് കൊടുത്തിരുന്നത്. ഞാനൊരു വീഡിയോ എടുത്തു. അപ്പം അപ്പുറത്തുനിന്ന് അവർ പറഞ്ഞു കൊടുക്കുക കുട്ടീനുണ്ട് യൂട്യൂബിൽ വരുടാന്ന്. പിന്നെ നിങ്ങളുടെ പല കഴിവുകളും നിങ്ങളിവിടെ കാണും. കാരണം ഫോണിലോട്ട് വരുമ്പോഴത്തേന് എല്ലാവർക്കും ഒരു ഒളിവ് മറവുകളൊക്കെ ഉണ്ടാവും, ചിരികളുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവളെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ദക്ഷിണ കൊടുക്കുക, ഫുഡ് കഴിക്കുക, പോവുക, ഇത്രയല്ലേ. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും വല്യച്ഛന്മാരും കുടിച്ചപ്പോൾ എന്താ അപ്പോൾ അവിടെ പരിപാടി, ഇതെന്ത് സംഭവം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവനെ വിളിച്ചു. അവനാണെങ്കിൽ ഒടുക്കത്തെ മടി. അവൾ ഇങ്ങനെയുള്ളൊരു മടിക്കാരൻ. അവനിതെന്ത് ചെയ്യുന്നു, ഇതൊക്കെ മടിയാണ്. ഇത്രയും ആൾക്കാർ നോക്കിയിരിക്കുമ്പോൾ ഇതൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ. രണ്ടുണ്ട്. ചന്ദനം തേച്ചു കൊടുത്തത് ഒന്ന്. പുറത്താണെങ്കിൽ മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ല ഷീറ്റൊക്കെ പന്തലൊക്കെ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മഴ ഒരു രക്ഷയുമില്ല. പിന്നെ ഞങ്ങൾ വളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട്, വളയുടെ ഫോട്ടോ. അപ്പോഴേക്കും ഫുഡ് പുറത്ത് വിളമ്പുന്നുണ്ട് കേട്ടോ. നമ്മുടെ അച്ഛന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുകയാണോ ഗേസ്. മഴയ്ക്കൊരു കുറവില്ല കേട്ടോ. അപ്പോൾ പിന്നെ വന്നവർക്കൊക്കെ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കൊടുത്തു.
പിന്നെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മഴയാണെങ്കിലും ഒരാൾ സംസാരിക്കുന്ന എല്ലാവരും എന്തോ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞു സുന്ദരീനെ കണ്ടിട്ടാ. അടുത്ത ഊഴം നമ്മളും ഫുഡ് കഴിക്കാൻ ഇറങ്ങി. നല്ല ചൂടുള്ള നെയ്ച്ചോറും ചിക്കൻ കടായിയുമാണ്. പിന്നെ വേണ്ടവർക്ക് നെയ്ച്ചോറും ചിക്കനെല്ലാം സദ്യ ഉണ്ട് കേട്ടോ. സദ്യ ചാവിയൽ, സാമ്പാർ, ഉപ്പേരി അങ്ങനെയുണ്ട്. അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു ഗൈസ്, സൂപ്പർ ഫുഡ്. അപ്പം നമ്മൾ ഭംഗി കഴിച്ചിട്ട് കാണാം. അപ്പം നമ്മളെ വീഡിയോസും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ അമ്മു പോവാനായി ഗൈസ്. അപ്പം അമ്മു ഓക്കെ അല്ലേ, ഒന്ന് സെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂടിയും കണ്ണാടിയിൽ നോക്കുകയാണ്. പിന്നെ അവൾ പോകുന്നതിന് മുന്നേ നമുക്ക് ഇച്ചിരി മധുരം കൂടി ഇനി നമ്മൾ കുഞ്ഞുമാവേനായിട്ട് വരാനുള്ളതല്ലേ. അപ്പോൾ അവൾ ഇച്ചിരിയും കൂടി മധുരം എല്ലാവർക്കും ഓരോ മിഠായി തന്നു. എന്താണ് ഇവരൊക്കെ ഒന്നിന് പകരം രണ്ടെണ്ണം എടുക്കുന്നുണ്ടോ ഗൈസ്, ആ കള്ള നോട്ടം. അപ്പോൾ ചിരി. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ പണ്ടത്തെ ആചാരങ്ങളൊന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ. നമ്മളെ ദക്ഷിണ കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ഇപ്പോഴല്ലേ വളകാപ്പ് പരിപാടികളൊക്കെ, അന്നൊക്കെ വെറും ഈ ഒരു ചടങ്ങ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ആദ്യം അച്ഛനെ വിളിക്കുന്നു, പിന്നെ ഓരോരുത്തരിങ്ങനെ വിളിക്കുന്നു. അമ്മു ദക്ഷിണ കൊടുക്കുന്നു, കാൽത്തൊട്ട് വന്നിക്കുന്നു, അങ്ങനെ. അപ്പം ഇനി കുറച്ച് നമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടോളൂ. പിന്നെ അതിന് ശേഷം എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ നമ്മളോട് കുട്ടീനെ ഒരാളെടുത്തിട്ട് പുറത്ത് നിൽക്കും. അങ്ങനെ ഉള്ളിൽ നിന്ന് അവൾ വരുമ്പോൾ എല്ലാവരും മുന്നിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് അവളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരമ്മയും കുഞ്ഞും അവിടെ ഇങ്ങനെ നല്ലൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു കാഴ്ച. അതാണ് സംഭവം. അങ്ങനെ എന്തൊക്കെ ആചാരങ്ങളെ പറ്റിയൊന്നും എനിക്കറിയില്ല. അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.